അനുപമയുടെ വെളിപ്പെടുത്തൽ ധ്രുവ് വിക്രവുമായി ബന്ധപ്പെടുത്തി ചർച്ച. പരോക്ഷ പ്രതികരണവുമായി നടൻ രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻ പങ്കാളിയിൽ നിന്ന് നേരിട്ട നാർസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് നടി അനുപമ പരമേശ്വരൻ നടത്തിയ തുറന്നു പറച്ചിൽ വലിയ ചർച്ചയാവുകയാണ്. പങ്കാളിയുടെ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും ഇത് വലിയ ശ്രദ്ധ നേടി. അനുപമയും വിക്രമിന്റെ മകനും നടനുമായ ധ്രുവ് വിക്രമും പ്രണയത്തിലാണെന്ന് നേരത്തെ അഭ്യൂഹമുണ്ടായിരുന്നു. എന്നാൽ ഇരുവരും പരസ്യമായി ഇത് തുറന്നു പറഞ്ഞിരുന്നില്ല. അനുപമയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ ധ്രുവിനെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത്. അതിനിടെ ധ്രുവ് പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയും അഭ്യൂഹങ്ങൾക്ക് കാരണമായി. തന്നെ ചൊല്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾക്ക് മറുപടിയായാണ് ധ്രുവിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വ്യാഖ്യാനിക്കപ്പെടുന്നത്. സന്ധ്യാസമയത്ത് കടൽ തീരത്തിന്റെ വീഡിയോ ആണ് ധ്രുവ് പങ്കുവച്ചത്. തിരമാലകൾ അടിക്കുന്നതിൻ്റെയും കുട്ടികൾ അതിൽ കളിക്കുന്നതിൻ്റെയും വീഡിയോ ആണ് ധ്രുവ് പങ്കുവച്ചത്. മറ്റു വിശദീകരണങ്ങളൊന്നും സ്റ്റോറിയിലില്ല. നിവിൻ പോളി നായകനായ പ്രേമം എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അനുപമ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് തെന്നിന്ത്യയിൽ എല്ലാ ഭാഷകളിലും നടി സാന്നിധ്യം അറിയിച്ചു. ധ്രുവ് നായകനായ ബൈസൺ കാളമാടൻ എന്ന ചിത്രത്തിൽ നായികാവേഷം കൈകാര്യം ചെയ്തത് അനുപമയാണ്. തന്റെ മുൻ പങ്കാളി വിക്രം സിനിമയായ അന്യനിലെ കഥാപാത്രത്തെ പോലെയായിരുന്നുവെന്ന് അനുപമ പറഞ്ഞിരുന്നു. ചിലപ്പോൾ അന്യനെ പോലെയും മറ്റു ചിലപ്പോൾ റമോയെപ്പോലെയും അമ്പിയെപ്പോലെയും അയാൾ പെരുമാറി. പരിചയപ്പെട്ട 3 മാസത്തിൽ തന്നെ വിവാഹ നിശ്ചയം എന്ന് ആവശ്യം അയാളും കുടുംബവും ഉന്നയിക്കാൻ തുടങ്ങി. 2 വർഷം ശാരീരികമായും വൈകാരികമായ യാതനയും തകർച്ചയും നേരിട്ടുവെന്നും നടി പറഞ്ഞു. ധ്രുവ് വിക്രം ഇത്രയും ടോക്സിക് ആണോ എന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അനുപമ പറയുന്നതിൽ കൂടുതൽ വ്യക്തതയുള്ള കാര്യങ്ങൾ പുറത്തു വരികയാണ്. എല്ലാ ദിവസവും രാവിലെ ധ്രുവിനെ വിളിക്കണം അനുപമ. ഒരു ദിവസം വിളിച്ചില്ല എങ്കിൽ കടുത്ത മാനസിക പീഡനമാണ് ഇയാളിൽ നിന്നും ഉണ്ടാകുന്നത്. രാവിലെ വിളിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഏത് ഡ്രസ്സ് ധരിക്കണമെന്ന് ഇയാൾ തീരുമാനിക്കും. അതുമാത്രമേ ചെയ്യാവുള്ളൂ. സർപ്രൈസായി കാണാൻ വരും. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലാതെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രതികരിക്കുക എന്നത് ഇയാളുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അവിടെ ആരൊക്കെയുണ്ടെന്നും ചുറ്റുപാടും എത്ര ജനങ്ങളുണ്ടെന്നും ഒന്നും ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. മറിച്ച് തൻ്റെ ആവശ്യങ്ങൾ മാത്രമാണ് ഇയാൾ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്. വളരെ ടോക്സിക്കായൊരു റിലേഷനാണ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ പോകുന്നതെന്നും അനുപമ പറഞ്ഞു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇനിയും ഉൾക്കൊള്ളാനാവാത്ത കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞു നടക്കുന്നത്. അയാൾക്ക് താല്പര്യമുള്ള സമയത്ത് നമ്മുടെ സ്വന്തം ഇഷ്ടം പോലും നോക്കാതെ അയാളുടെ വീട്ടിലേക്കും റിസോർട്ടിലേക്കും വരാൻ അമിതമായി വാശി പിടിക്കുകയാണ്. എന്നാൽ വന്നില്ലെങ്കിൽ വീട്ടിലേക്ക് വിളിക്കുകയും അമ്മയോടും അച്ഛനോടും പരാതി പറയുകയും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നും നടി വെളിപ്പെടുത്തി. ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നും മാറിയതിന് ശേഷം വളരെ മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടെന്നും എന്നാൽ ഇനി എപ്പോഴെങ്കിലും അയാളെ കണ്ടുമുട്ടുമ്പോൾ ഇതിനുള്ള പ്രതികാരം അയാൾ എങ്ങനെയെങ്കിലും തിരിച്ചു തരുമെന്നും അനുപമ കൂട്ടിച്ചേർക്കുന്നുണ്ട്. വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് അനുപമ പരമേശ്വരന് വളരെ ഭയത്തോടെയല്ലാതെ നോക്കിക്കാണാൻ കഴിയുന്നൊരു സാഹചര്യമായിരുന്നില്ല. കാരണം നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരു രീതിയല്ലായിരുന്നു അയാൾക്ക്. അടുത്ത് കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു മനുഷ്യനായി മാറുകയായിരുന്നു. വളരെ ടോക്സിക്കായ ഒരു വ്യക്തിയാണ് ധ്രുവ് വിക്രമെന്നും അല്ലെങ്കിൽ അനുപമ പരമേശ്വരൻ സ്നേഹിച്ച വ്യക്തിയെന്നും പറയുകയാണ്. വീട്ടുകാരുടെയും കുടുംബക്കാരുടെയും സാന്നിധ്യത്തിൽ ഈ ബന്ധം എന്നേക്കുമായി ഉപേക്ഷിക്കാനാണ് അനുപമ തയ്യാറായിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ഒരു ഇന്റർവ്യൂ ഇന്ന് സംഘടിപ്പിച്ചതും തൻ്റെ പ്രേക്ഷകരെ പ്രീതിപ്പെടുത്താനും തൻ്റെ പ്രേക്ഷകർ തൻ്റെ ആവശ്യങ്ങൾ അറിയാനും തൻ്റെ ഉദ്ദേശങ്ങൾ അറിയാനും വേണ്ടിയാണ് അനുപമ ഇന്ന് ഈ ഇന്റർവ്യൂ സംഘടിപ്പിച്ചത്. എന്തൊക്കെയായിരുന്നാലും ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും ഈ വ്യക്തിയുടെ സ്വന്തം സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാൻ അനുപമയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു.